നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളില്ലാത്ത ആരുമില്ല. ഒരു നല്ല ഭാവി ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും അധ്വാനം അതിനു വേണ്ടിയാണ്. കഠിന പ്രയത്നം ചെയ്യുക, നല്ല സമൂഹത്തിൽ ഒരു നല്ല നിലവാരത്തിൽ ജീവിക്കേണ്ടതിന്, ഒരു സ്റ്റാറ്റസ് ഉള്ള ജീവിതം, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാവരും തത്രപ്പെടുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ശുഭഭാവിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു ഭാവി. ഇവിടെ പറയും, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നത് എന്ന് ഞാൻ അറിയുന്നു. അപ്പം നമുക്കൊരു ശുഭഭാവി ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ആ നന്മയിലേക്ക് നയിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു പ്ലാനുണ്ട്. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം എപ്പോൾ നമ്മുടെ മേൽ നിറവേറണം? ദൈവം നമ്മളോട് ഇടപെട്ട, നമ്മളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മളിൽ ഫുൾഫില്ല് ചെയ്യപ്പെടാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കണം. എന്നോട് പറയുമെന്ന് പറയുന്നുണ്ട്, പാസ്റ്ററെ പെട്ടെന്ന് മോൻ്റെ വിവാഹം നടക്കണം, പെട്ടെന്ന് മോളുടെ വിവാഹം നടക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ചിലരൊക്കെ ലോട്ടറി എടുക്കും, ലോട്ടറി അടിക്കും, പെട്ടെന്ന് സമ്പന്നനാകണം. പെട്ടെന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അത് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്. എന്താ കർത്താവ് പറയുന്നത്? നിങ്ങളെക്കുറിച്ച് എനിക്കൊരു നിരൂപണമുണ്ട്, അത് ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്യമാണ്. ഇന്നവയെന്ന് നാളെ എൻ്റെ ജീവിതത്തിൽ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. എന്നാൽ നാളെ എൻ്റെ ജീവിതത്തിൽ എന്തോ ആണ് നടക്കാൻ പോകുന്നതെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം. നിങ്ങളെ അറിയുന്നത് പോലെ ലോകത്തിലെ ആരും അറിയുന്നില്ല. ഭർത്താവിന് ഭാര്യയെ എല്ലാം ഒന്നും അറിയത്തില്ല. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയത്തിന് നിരൂപണങ്ങളോ അവസ്ഥകളോ ചിന്തകളോ ഒന്നും അറിയത്തില്ല. എല്ലാം പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. എന്നെ അറിയുന്ന ദൈവം, നിങ്ങളെ അറിയുന്ന ദൈവം, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം, നമ്മുടെ ശൂന്യത അറിയുന്ന ദൈവം, നിങ്ങളുടെ വീട്ടിൽ എന്തോ ഉണ്ടെന്നറിയുന്ന ദൈവം, നിങ്ങളുടെ പോക്കറ്റിലെ കാശ് എത്ര ഉണ്ടെന്ന് അറിയുന്ന ദൈവം. ലോകത്തിൽ ആർക്കും അറിയത്തില്ല. നാളെ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി അറിയുന്ന ദൈവം, പിശാച് നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന കെണികളെ അറിയുന്ന ദൈവം, അതിനകത്തുനിന്ന് പോലും നിങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്.